മച്ചന്മാരൊരു കിഡിലൻ ഓഫർ ഇവിടെ വടക്കാഞ്ചേരിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബാക്ക് ടു സ്കൂളിന്റെ നമ്മുടെ ചങ്ങാതിമാർക്ക് ഒരു കിഡിലൻ ഓഫർ. 99 രൂപയ്ക്ക് 1 കിലോ നോട്ട് ബുക്ക്. ഇനി തീർന്നില്ല കേട്ടാ, 500 രൂപയ്ക്ക് കിഡിലൻ ഓഫർ കേട്ടോ. 1 2 20 നോട്ട് ബുക്ക്. നമ്മുടെ ക്ലാസ്മേറ്റ്സ് നോട്ട് ബുക്ക് ഉണ്ടല്ലോ, അതൊക്കെ 15% ഡിസ്കൗണ്ടാ. തീർന്നില്ല കേട്ടോ, ഓഫറുകളുടെ പിന്നാലെ വരുന്നുണ്ട്. കഴിഞ്ഞില്ല കേട്ടോ, നമ്മുടെ പെൻസിൽ ബോക്സിന്റെ വില കേട്ടാ ഞെട്ടിപ്പോട്ടോ. 5 രൂപ മുതൽ. മഴ കുട. അപ്പൊ കുടയുടെ കാര്യം പറഞ്ഞാൽ പറയേ വേണ്ട. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ. വിവിധ നിറത്തിലും ഗുണമേന്മയുള്ള 5000-ലധികം സ്കൂൾ ബാഗുകൾ. അതിന്റെ വില കേട്ടാ ഞെട്ടിപ്പോവും. 50 രൂപ മുതൽ അങ്ങോട്ട് തുടങ്ങും. കഴിഞ്ഞില്ല വച്ചാമാരെ, വിദേശ നിർമ്മിത ബ്രാൻഡഡ് ബാഗുകൾ, അതും വിലക്കുറവില്. ടിഫിൻ ബോക്സുകളുടെ കാര്യം പറയേ വേണ്ട കേട്ടോ. ഒന്നെടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം ഫ്രീ ആണ്. നമ്മുടെ നോട്ട് ബുക്കുകളൊക്കെ പൊതിഞ്ഞ് സൂക്ഷിക്കാനായിട്ടേ വിലയൊന്നും അധികം വേണ്ട കേട്ടോ. ഒന്നെടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഫ്രീ ആണ്. 1500 രൂപയുടെ ഓരോ പർച്ചേസിനും സ്മാർട്ട് വാച്ചുകൾ ഫ്രീ ആണത്രേ. അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് വടക്കാഞ്ചേരി ബോയ്സ് സ്കൂളിന് സമീപം സെറ ബാഗ്സ് ആണ്. അപ്പൊ സ്റ്റോക്ക് തീരും വരെയാണ്. വേഗം സ്റ്റോക്ക് തീരും, അതുകൊണ്ട് വെച്ച് പിടിച്ചോ. ലാഭം എന്ന് പറഞ്ഞാൽ കിടിലൻ ലാഭമാണ് കേട്ടോ. വടക്കാഞ്ചേരി പുഴയിൽ പ്രളയത്തിൽ വന്നടിഞ്ഞ മണ്ണ് നീക്കുന്ന പ്രവൃത്തികൾ സേവ്യർ ചിറ്റിലപ്പള്ളി സ്ഥലത്തെത്തി വിലയിരുത്തി. വടക്കാഞ്ചേരി പുഴ നവീകരണത്തിന്റെ ഭാഗമായാണ് വടക്കാഞ്ചേരി പുഴപ്പാലം മുതൽ കുമ്മായിച്ചിറ വരെയുള്ള മണ്ണ് നീക്കം ചെയ്യുന്നത്. മണ്ണ് ലേലം ചെയ്ത് കിട്ടിയ തുക വടക്കാഞ്ചേരി ഹൈസ്കൂളിന്റെ മൈതാന നവീകരണത്തിനായി പ്രയോജനപ്പെടുത്തുമെന്ന് MLA അറിയിച്ചു. 2,86,700 രൂപയ്ക്കാണ് മണ്ണ് ലേലം ചെയ്തിട്ടുള്ളത്. വാടാനി മുതൽ കുമ്പളങ്ങാട് വരെയുള്ള പുഴയിലെ മണ്ണാണ് നീക്കം ചെയ്യുന്നത്. വടക്കാഞ്ചേരി പുഴ സംരക്ഷണത്തിന്റെ ഭാഗമായി 10 കോടി രൂപ ചെലവഴിച്ചാണ് പ്രവൃത്തികൾ നടപ്പിലാക്കുന്നത്. പുഴയുടെ ഇരുവശങ്ങളിലുമായി കരിങ്കൽ കെട്ടുകൾ കെട്ടി സംരക്ഷിക്കുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ് MLA അറിയിച്ചു. വടക്കാഞ്ചേരി പുഴ നവീകരണ പദ്ധതി നേരത്തെ പദ്ധതി തയ്യാറാക്കി ബന്ധപ്പെട്ട അനുമതികൾക്ക് നൽകി 10 കോടി രൂപയുടെ പ്രൊജക്റ്റ് ടെൻഡർ ചെയ്ത് ഈ വേനൽക്കാലത്ത് ഉപയോഗപ്പെടുത്തിയാണ് അതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. വാടാനിയിൽ നിന്ന് തുടങ്ങി കുമ്പളങ്ങാട് ചിറവരേക്ക് നീളുന്നതാണ് അതിൻ്റെ പ്രവൃത്തി. നേരത്തെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ പുഴ നടത്തം നടത്തി എവിടെയൊക്കെയാണ് നമുക്ക് സൈഡ് കെട്ടേണ്ടത് എന്നതിനെ സംബന്ധിച്ചും ഒരു പാലം ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് വേനൽ ആരംഭിച്ച ഘട്ടത്തിൽ വാടാനിയിൽ നിന്നും കെട്ടാൻ ആരംഭിച്ചത്. പുഴയുടെ കരകളിൽ നേരത്തെ തീരുമാനിച്ചെടുത്ത് സൈഡ് കെട്ടുന്നതിന് വേണ്ടി ഉള്ള പ്രവർത്തനം ആരംഭിച്ചത്. നിലവിൽ വാടാനി പുഴയുടെ കൃത്യമായ അതിര് നിർണയിച്ച് ഇപ്പോൾ കെട്ടുന്ന എല്ലാ കെട്ടുകളും അതിർത്തിയിൽ തന്നെ കെട്ടണം എന്ന പ്രത്യേക നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഇപ്പോൾ 1-ാം ചിറ 2-ാം ചിറയൊക്കെ കടന്ന് വടക്കാഞ്ചേരിയിലെ നമ്മുടെ മറ്റേ കുമ്മായച്ചിറയും അതിനടുത്ത് ചാലിപ്പാടം ചിറ പരിസരം, നമ്മുടെ കല്ലംകുണ്ട് പാലം പരിസരം, ഇവിടെയെല്ലാം തന്നെ ഇപ്പോൾ സൈഡ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കെട്ടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മണ്ണ് പുഴയിൽ നിന്ന് നീക്കി അപ്പുറത്തേക്ക് തന്നെ കോരിയിടുന്നതിനാവശ്യമായ നടപടികളും നിർദ്ദേശിച്ചിരുന്നു. സംഗതി വളരെ വേഗത്തിൽ നടത്തേണ്ട സാഹചര്യം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ, പ്രത്യേകിച്ച് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ SC, അതുപോലെ അഡീഷണൽ ഇറിഗേഷൻ്റെ EE, AXC, AE തുടങ്ങിയ ഉദ്യോഗസ്ഥന്മാരുടെ നിരന്തരമായ യോഗം ചേർന്ന് പ്രവൃത്തി അതിവേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. പുഴയിൽ നിന്നും എടുക്കുന്ന മണ്ണ് വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ് നിക്ഷേപിക്കുന്നത്. ഗ്രൗണ്ടിൽ ഉപയോഗിക്കാൻ കഴിയുന്ന മണ്ണാണോ എന്ന് സ്പോർട്സ് കൗൺസിൽ പരിശോധിക്കും. ഗ്രൗണ്ടിൽ ഉപയോഗിക്കാൻ പറ്റാത്ത മണ്ണാണെങ്കിൽ അവിടെ നിന്ന് നീക്കം ചെയ്യുമെന്നും MLA അറിയിച്ചു. നീക്കുന്ന മണ്ണ് ഇപ്പോൾ നിർമ്മാണം നടക്കുന്ന ഗ്രൗണ്ടിൽ ആണ് വേഗത്തിൽ ഇട്ടിട്ടുള്ളത്. ഗ്രൗണ്ടിൽ അത് ഉപയോഗപ്രദമാണോ എന്നതിനെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട എഞ്ചിനീയർമാർ കൂടി പരിശോധിച്ചിട്ട് അത് ഗ്രൗണ്ടിലും ആ നിലയിൽ നമ്മൾ വിനിയോഗിക്കുകയുള്ളൂ. എന്നാൽ ഗ്രൗണ്ടിൽ ഉപയോഗിക്കാൻ കഴിയുന്ന മണ്ണാണെങ്കിൽ അത് ആ നിലയിൽ തന്നെ അവിടെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ആവശ്യമായ രീതിയിൽ നീക്കം ചെയ്യുക എന്നതുകൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരണയുണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരുടെയും സഹകരണം ഈ കാര്യത്തിൽ ഉണ്ടാവണം.
നമ്മുടെ പുഴ സംരക്ഷണ പദ്ധതി ഒരുപക്ഷെ വളരെ ദൂരം ഈ 10 കോടി രൂപയുടെ നിർവഹണം നടത്തുക എന്ന് പറയുന്നതിന് 2.5 മാസം കാലാവധി മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. അതിവേഗത്തിൽ അത് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. കഴിഞ്ഞ പ്രളയത്തിലാണ് അകമല പ്രദേശത്ത് നിന്നും ഒഴുകിയെത്തിയ വെള്ളവും അതിൻ്റെ ഭാഗമായി അകമല തോട്ടിലും അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഭാഗം കൂടി ഇപ്പോൾ ലെവൽസ് എടുത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അവിടെ നിന്നുകൂടി നിശ്ചിത അളവിൽ മണ്ണ് എടുക്കുന്നതിനാവശ്യമായ ശ്രമമാണ് നടക്കുന്നത്. നമുക്കറിയാം, ഇരു കരകളിലും ജനവാസ മേഖലയാണ്, കൃഷിയിടങ്ങളാണ്, വാഹനങ്ങൾ അവിടേക്ക് എത്തിച്ചേരാനുള്ള പ്രയാസമുണ്ട്. പുഴയിലൂടെ ലോറി പോകുന്നതിനാവശ്യമായ ട്രാക്ക് നിർമ്മിക്കുന്നതിനുള്ള പ്രയാസങ്ങളുണ്ട്. ഇതിനൊക്കെ ഇടയിൽ കരാറുകാരും ഉദ്യോഗസ്ഥന്മാരും നിരന്തരമായി ഇതിൽ ഇടപെടണം എന്ന നിലയിൽ ഉള്ള പരിശ്രമമാണ് നെയ്യാറ്റിൻകര ഗ്രാമപഞ്ചായത്തിലെയും വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെയും ജനപ്രതിനിധികളാകുകയും പൊതുപ്രവർത്തകരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്നാണ് അഭ്യർത്ഥിക്കാറുള്ളത്. നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചാണ് പദ്ധതി വേഗത്തിലാക്കിയതെന്നും MLA അറിയിച്ചു. ആ ഒരു ഘട്ടത്തിൽ 18-ലെ പ്രളയം കഴിഞ്ഞ് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ജനകീയമായി മണ്ണ് മാറ്റൽ പ്രക്രിയ നടത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിലായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2024 ഉണ്ടായ വലിയ മഴയും അതിൻ്റെ ഭാഗമായി ഉണ്ടായ വെള്ളക്കെട്ടിൻ്റെയും ഭാഗമായി ഒലിച്ചെത്തിയ മണ്ണ് നമുക്കറിയാം, പുഴയിൽ പ്രത്യേകിച്ച് കുമ്മായിച്ചിറ ഭാഗത്തും വടക്കാഞ്ചേരി പുഴപ്പാലത്തിന് സമീപത്തൊക്കെ ആയിട്ട് വല്ലാതെ കൂടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ അത് നീക്കം ചെയ്യുക എന്നത് ഒരു വലിയ പ്രവർത്തനം എന്ന നിലയ്ക്ക് നിയമസഭയിൽ തന്നെ ഒരു സബ്മിഷൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവതരിപ്പിക്കേണ്ടായി. സ്പോട്ട് ഓപ്ഷൻ ആ സ്ഥലത്ത് തന്നെ വെച്ച് ലേലം ചെയ്ത് മണ്ണെടുക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയ്ക്ക് വേണ്ടി അത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ളതാണെങ്കിൽ പോലും നമുക്കറിയാം, അതിൻ്റെ പ്രധാനപ്പെട്ട ലെവൽസ് എടുക്കണം. ലെവൽസ് CTക്ക് റിപ്പോർട്ട് ചെയ്യണം. CT നിശ്ചിത ദിവസം കാക്കണം. അതിനുശേഷം പിന്നീട് CE നിലവാരം വരേക്ക് പോയി അംഗീകാരം വാങ്ങണം. അങ്ങനെ അംഗീകാരം വാങ്ങിയാണ് അത് ടെൻഡർ ചെയ്യണം. ടെൻഡർ ചെയ്യാൻ 7 ദിവസത്തെ നോട്ടീസാണ്. 2 ഘട്ടങ്ങളിലെ ടെൻഡർ നമ്മുടെ നാട്ടിൽ ലേലം വിളിയുമായി ബന്ധപ്പെട്ട ഒരു സെറ്റ് ആളുകൾ അവർ ലേലം വിളിച്ച് തുക കെട്ടിവെക്കാതെ വ്യത്യസ്ത നിലയിൽ നാട്ടിൻപുറത്ത് തന്നെ പറയാൻ റിങ്ങാവുക എന്നാണ്. അതായത് ലേലം ചെയ്യുക, ചെറിയ വിലയ്ക്ക് ആദ്യം ലേലം ചെയ്യുകയും ലേലത്തിൽ പങ്കെടുത്തവർക്കെല്ലാം തന്നെ അത് പിന്നീട് ലേലം ചെയ്ത് വലിയ വില കൊടുക്കുന്നു എന്നൊക്കെയാണ് പറയണത്. നമുക്കതറിയില്ല. വിഷയം എന്താ വെച്ചാൽ ഏകദേശം ഒരു 15 ദിവസം ഇത്തരമൊരു പ്രക്രിയക്കകത്ത് പെട്ട് നമുക്ക് അതിൻ്റെ നിർവഹണത്തിന് കാലതാമസം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് വീണ്ടും ഇടപെട്ട് ഇപ്പോൾ ടെൻഡർ നടന്നിരിക്കുന്നു. അതിൻ്റെ ജിയോളജി വിഭാഗത്തിൻ്റെ പരിശോധനയ്ക്ക് ശേഷം മണ്ണിൻ്റെ റോയൽറ്റിയും മണ്ണിൻ്റെ വിലയും അടച്ച് ഇപ്പോൾ മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.